ഗുഡ് മോർണിംഗ് ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ MCA ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ MCS 201 പ്രോഗ്രാമിംഗ് ഇൻ സി ആൻഡ് പൈത്തണിൻ്റെ ക്ലാസ്സിലോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ രണ്ട് ഡിഫറെൻറ്റ് ലാംഗ്വേജുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ തുടങ്ങുന്നത്. പൈത്തൺ ആൻഡ് സി പ്രോഗ്രാമിങ്ങിനെ കുറിച്ചുള്ള രണ്ട് ഡിഫറെൻറ്റ് തത്വശാസ്ത്രങ്ങളിൽ ഉള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ് നമ്മളിന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് ലാംഗ്വേജുകൾ തമ്മിലൊരു യുദ്ധം പോലെയാണ്. ഏതാണ് ഇതിൽ നല്ലത്, ഏത് ലാംഗ്വേജാണ് ഇതിൽ ബെറ്റർ വൺ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കും നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ യുദ്ധത്തിൽ ഏറ്റവും മികച്ചത് ഏതാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, നമ്മൾ ഈ ലോകത്ത് നമ്മൾ ഈ രണ്ട് ലാംഗ്വേജ് നമുക്ക് തരുന്ന ഒരു നോളജ് എന്ന് പറയുന്നത് അതല്ല. നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ഒരു കാര്യത്തിനെ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാവി രൂപപ്പെടുത്താം. ഈ രണ്ട് ലാംഗ്വേജുകൾ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, സി എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു കർക്കശക്കാരനായ ഒരു അധ്യാപകൻ്റെ പോലെയാണ്. കാരണം അത് നമുക്ക് വേണ്ടതൊക്കെ പറഞ്ഞു തരും. നമ്മളിപ്പോൾ എക്സാമിന് മുന്നേ എങ്ങനെ പഠിക്കണം, എങ്ങനെ എഴുതണം, എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നതാണ് ഒരു കർക്കശക്കാരനായ ഒരു അധ്യാപകൻ. അപ്പോൾ ആ ഒരു അധ്യാപകനെ പോലെയാണ് സി ലാംഗ്വേജ് എങ്കിൽ, പൈത്തൺ അങ്ങനെയല്ല. നമ്മുടെ ഏറ്റവും ഒരു സുഹൃത്തിനെ പോലെയാണ്, നമ്മളെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരു സുഹൃത്ത്. അപ്പോൾ എന്താ സംഭവിക്കുക, ആ സുഹൃത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യത്തിലും, അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു ഭാവി തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ രണ്ട് ലാംഗ്വേജുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ നമ്മളിപ്പോൾ സി പ്രോഗ്രാമിംഗ് ആണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് എന്താ പറയാം, അതിൽ സി എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജിൽ എന്താണ്, സെമിക്കോളൻ ഇടണം, അല്ലെങ്കിൽ പോയിന്റേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് സ്റ്റാറ്റിക് ടൈപ്പിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്യണത്. പക്ഷെ പൈത്തൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ഇതുപോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പൈത്തണിലില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്തിനാ ഈ സി ലാംഗ്വേജ് പോലെ ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ എന്തിനാ പഠിക്കണതെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് അറിയേണ്ടത് അതാണ്, എന്തിനാണ് നമ്മൾ ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് പഠിക്കുന്നത്, അല്ലേ? നമുക്കൊരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഇപ്പം നിങ്ങൾ ഒരു മെമ്മറിയുടെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ ഒരു മെമ്മറിയുടെ ഒരു താക്കോല് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ് സി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ, പ്രോഗ്രാമർക്ക് എല്ലാം അറിയാം എന്നുള്ള വിശ്വാസത്തിലാണ് ഒരു സി പ്രോഗ്രാമിംഗ് തുടങ്ങുന്നത്. പക്ഷെ പൈത്തൺ അങ്ങനെയല്ല. എങ്ങനെ പ്രോഗ്രാമർക്ക് അവരുടെ നേരം അല്ലെങ്കിൽ അവരുടെ ടൈം വാല്യൂ ആണ്, ആ ടൈം കുറച്ചിട്ട് എത്രയും സിംപ്ലിഫൈ ചെയ്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളിടത്താണ് പൈത്തൺ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ സി ലാംഗ്വേജ് വേണ്ടിടത്ത് സി തന്നെ വേണം. കാരണം നമുക്കൊരു ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ ഏറ്റവും ബെറ്റർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്, സി പ്രോഗ്രാമിംഗ് ആണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ടുഡേ ഈ ഒരു വേൾഡിൽ നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മുടെ സ്പോട്ടിഫൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂ ആപ്ലിക്കേഷനിലെ അതിനെയൊക്കെ എന്താ പറയുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പൈത്തൺ പോലെയുള്ള ഒരു സിമ്പിൾ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ലാംഗ്വേജ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പറയുകയാണ്, നമുക്കൊരു മെമ്മറിയുടെ ഒരു താക്കോല് തന്നിരിക്കുകയാണെന്ന് പറഞ്ഞു സി ലാംഗ്വേജിൽ. അതിൻ്റെ നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു ബുക്ക് വേണമെങ്കിൽ നമ്മൾ സി ലാംഗ്വേജിൽ എന്താ ചെയ്യുക, നമുക്കൊരു പോയിൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഈ മെമ്മറീനെ കുറിച്ചുള്ള ഫുൾ താക്കോല് ഈ പോയിൻ്റർ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഓരോ ഷെൽഫിൻ്റെയും താക്കോല് നിങ്ങളുടെ കയ്യിലുണ്ടാവും മെമ്മറിയിലത്തെ. ഈ താക്കോല് വെച്ച് നിങ്ങൾക്ക് തുറക്കാം, നിങ്ങൾക്ക് ബുക്ക് എടുക്കാം, വായിക്കാം, തിരിച്ചു വെക്കാം. അങ്ങനെയാണ് സി ലാംഗ്വേജിലുള്ള മെമ്മറി പോയിൻ്റർ വെച്ചിട്ട്. പക്ഷെ നിങ്ങൾ തെറ്റായ ഒരു ലോക്ക് തുറന്നെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ സിസ്റ്റം ക്രാഷ് ആവാൻ വരെയുള്ള പോസിബിലിറ്റി സി ലാംഗ്വേജിലുണ്ട്. ഓക്കെ, പക്ഷെ പൈത്തൺ അങ്ങനെയല്ല. നമുക്ക് എന്താണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു പ്രോഗ്രാം ഉണ്ട്, ഗാർബേജ് കളക്ടർ പോലെയുള്ള എന്തുണ്ട് ആപ്ലിക്കേഷൻസ് പൈത്തണിലുണ്ട്. അവരെന്ത് ചെയ്തോളും, നമ്മളൊന്നും അറിയണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ലൈബ്രറിയൻ്റെ അടുത്ത്, ഗാർബേജ് കളക്ടർ എന്ന് പറയുമ്പോൾ ആ ലൈബ്രറിയനാണ് അത് വർക്ക് ചെയ്യുന്നത്. ആ ലൈബ്രറിയൻ്റെ അടുത്ത് നമ്മൾ ബുക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ലൈബ്രറിയൻ ഏതാണ് കറക്റ്റ് ഷെൽഫ് നോക്കിയിട്ട് ആ ബുക്കിനെ വെക്കുന്നു. പഴയ ബുക്കായി കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗാർബേജ് കളക്ടർ ചെയ്തോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുമ്പോൾ എന്താണ്, ഒരു ഓട്ടോമാറ്റിക് കാറും ഒരു മാനുവൽ കാറും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ നമ്മൾ പൈത്തണും സിയും വെച്ച് നമുക്ക് നടത്താൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു മാനുവൽ കാറാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഗിയർ മാറ്റണം, അതിൻ്റെ സ്പീഡ്, അങ്ങനത്തെ കാര്യമൊക്കെ നമുക്ക് തീരുമാനിക്കാം. സി ലാംഗ്വേജിൽ അതുപോലെയാണ്. എവിടെ യൂസ് ചെയ്യണം, എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, എങ്ങനെ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നുള്ള ഫുൾ സ്ട്രക്ചർ ആരുടെ കയ്യിലാണ്, പ്രോഗ്രാമറുടെ കയ്യിലാണ്.
പക്ഷേ ഇപ്പോൾ ഒരു ടൗണിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക് കാർ ഇസ് എ ബെസ്റ്റ് വൺ. പക്ഷേ നിങ്ങളൊരു റേസിംഗ് ട്രാക്കിലാണെന്ന് വിചാരിക്കുക, ഒരു റേസിംഗ് ട്രാക്കിലാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് കാർ അത്ര നല്ലതല്ല. അപ്പോൾ അതുപോലെയാണ് ഇവിടെ പൈത്തൺ ഒരു ഓട്ടോമാറ്റിക് കാറിന് എക്സാമ്പിളാണ്. പക്ഷെ അതിന് എന്തില്ല, സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ഓരോ പ്ലേസിലും അതിന് യൂസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെയാണ് ലാംഗ്വേജും. സി യൂസ് ചെയ്യേണ്ടടുത്ത് സി തന്നെ യൂസ് ചെയ്യണം, പൈത്തൺ യൂസ് ചെയ്യേണ്ടടുത്ത് പൈത്തൺ യൂസ് ചെയ്യണം. ഇവർ തമ്മിലുള്ള യുദ്ധങ്ങളൊന്നുമില്ല. ഇവർ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇനി അടുത്തൊരു കൺസെപ്റ്റിൽ വരുമ്പോൾ നമുക്ക് എന്താണ് സ്റ്റാറ്റിക് ടൈപ്പിങ്ങും ഡൈനാമിക് ടൈപ്പിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട്. സ്റ്റാറ്റിക് ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ സി പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ വേരിയബിളിനെയും എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. പൈത്തണിൽ എങ്ങനെയാണ്, പൈത്തൺ ഡൈനാമിക് ടൈപ്പിംഗ് ആണ്. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്ത് ചെയ്യുക, വാല്യൂസ് ചേഞ്ച് ചെയ്യാം, വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ പറയുകയാണ് നമുക്ക് 2 ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ബോട്ടിലുണ്ട്. ആ ബോട്ടിൽ നമ്മൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്, എന്ത് ഓയിൽ അല്ലെങ്കിൽ വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റിക്കർ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് എന്താ അറിയാം, ഇപ്പോൾ ഓയിൽ ഒഴിക്കേണ്ടതിൽ നിങ്ങൾ ഓയിലേ ഒഴിക്കുള്ളൂ, വെള്ളം ഒഴിക്കേണ്ടതിൽ നിങ്ങൾ വെള്ളമേ ഒഴിക്കുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു ലാബലിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ സി ലാംഗ്വേജ് അതുപോലെയാണ്. നിങ്ങൾക്ക് ഒരു വേരിയബിളിന് എന്ത് ഡാറ്റ ടൈപ്പ് കൊടുക്കണം എന്ന് നിങ്ങൾ ഓൾറെഡി ഡിഫൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, ഇപ്പോൾ എ എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻറ്റീജർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എ എന്ന് പറഞ്ഞ വേരിയബിൾ ഇൻറ്റീജർ ഓപ്പറേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെയാണ് ഇവിടെ നിങ്ങൾക്കൊരു ബോട്ടിലുണ്ട്, അതിൽ ലാബിലുള്ള പോലെയാണ് സി ലാംഗ്വേജിലെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് എന്താണ്, ലാബിലില്ലാത്ത ബോട്ടിലാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച ബോട്ടില്ലേ, നമുക്ക് വേണമെങ്കിൽ അതിൽ വീണ്ടും വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ വെള്ളവും എണ്ണയും കൂടി ഒരുമിച്ച് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും, അതേ അവസ്ഥയാണ് പൈത്തണിൽ. നിങ്ങൾ വലിയ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ന്യൂമറിക്കായിട്ട് അല്ലെങ്കിൽ ഇൻറ്റീജറായിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു വേരിയബിളിനെ വേറെ വല്ലയിടത്തും ക്യാരക്ടറായിട്ട് പോയിട്ട് ഡിക്ലെയർ ചെയ്ത് മാറി ഇനീഷ്യലൈസേഷൻ നടത്തി കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ എറർ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാവില്ല. അതാണ് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. കാരണം ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനാണ് സ്റ്റാറ്റിക് ടൈപ്പിംഗ് തരുന്നത്. അപ്പോൾ സി ലാംഗ്വേജ് നമുക്കൊരു പ്രൊട്ടക്ഷനും സ്പീഡുമാണ്. കാരണം മെഷീനുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു ടൂളാണ് നമുക്ക് ആര് തരുന്നത്, സി ലാംഗ്വേജ് തരുന്നത്. പൈത്തൺ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാണ് തരുന്നത് അല്ലേ, സിംപ്ലിഫൈ ചെയ്ത് തരുന്നു. നമുക്ക് എന്താണ്, എങ്ങനെ വേണമെങ്കിലും വേരിയബിൾസിനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വരുന്നത്, നമുക്ക് ഇതിൽ സ്ലൈഡ് ഒന്ന് കണ്ടോക്കാം, സ്ലൈഡിൽ എന്തൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രോഗ്രാമിംഗ് ഫൗണ്ടേഷൻ. അപ്പോൾ പ്രോഗ്രാമിംഗ് ഫൗണ്ടേഷനിൽ നമ്മൾ അൽഗോരിതത്തിനെ കുറിച്ചും ഫ്ലോട്ട് ചാർട്ടിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എവിടെയാണ് ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്, ലോജിക് എന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ നമ്മൾ സി പ്രോഗ്രാമിങ്ങിൻ്റെ ഫണ്ടമെൻറ്റൽസ് പഠിക്കുന്നു, അതിൽ ഫങ്ഷൻസ് എന്താണ്, സ്ട്രക്ചർ എന്താണ്, പോയിന്റേഴ്സ് എന്താണെന്നൊക്കെ പഠിക്കും. അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കോർ സ്കിൽസ്, പൈത്തൺ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പൈത്തൺ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്ത വീഡിയോ ആയിരിക്കും അടുത്തടുത്ത് വരുന്നത് അല്ലേ. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുക പൈത്തൻ്റെ ടെൻസർ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പാക്കേജാണ് നമ്മളെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ AI പോലെ ഡാറ്റാ സയൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആര് വേണം, പൈത്തൺ വേണം. പക്ഷേ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാറിലൊക്കെ എഞ്ചിനുമായിട്ട് മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷീൻ അല്ലെങ്കിൽ ഹാർഡ്വെയർ കമ്പോണൻസുമായിട്ട് മീറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ ആരുടെ ഹെൽപ്പ് വേണം, നമുക്ക് സി ലാംഗ്വേജിൻ്റെ ഹെൽപ്പ് വേണം. നിങ്ങളൊക്കെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ആവുന്നതിന് കാരണം സി ആൻഡ് CPP പോലെയുള്ള ലാംഗ്വേജുകളാണ്. അപ്പോൾ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സി പോലെയുള്ള കോംപ്ലക്സ് ലാംഗ്വേജുകളാണ്, കുറച്ച് പഴയ ലാംഗ്വേജാന്ന് പറഞ്ഞിട്ട് നമുക്ക് സി പോലെയുള്ള ലാംഗ്വേജിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് അഡ്വാൻസ്ഡ് പൈത്തൺ ടെക്നിക്കാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് പോലെയുള്ള ഒരു എക്സാമ്പിളൊക്കെ എന്തിനാണ്, ഇൻഹെറിറ്റൻസ്, അതുപോലെ ജനറേറ്റർ, ഐട്രേറ്റർ, ഡാറ്റാബേസ് ആക്സസിബിലിറ്റി ഒക്കെ നമുക്ക് പൈത്തൺ ലാംഗ്വേജിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് നമുക്കൊരു ഒരു ലാംഗ്വേജിൻ്റെ ലോജിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിന് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം, കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഇഫ് എൽസ്, അങ്ങനത്തെ നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, അതിൻ്റെ ബേസിൽ നമുക്കൊരു റിസൾട്ട് കിട്ടണം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്.
ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എവിടെ അവൈലബിൾ ആണ്? സി ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞ മെമ്മറി ലോക്ക് കിട്ടുന്നത്, നമുക്ക് പോയിന്റേഴ്സ് വെച്ചിട്ട് ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേഷൻ ചെയ്യാൻ പറ്റുന്നത് സി ലാംഗ്വേജിലാണ്. സ്ട്രക്ചർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രക്ചർ ആൻഡ് യൂണിയൻ ഉണ്ട്. ഫയൽസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ബഫർ ക്രിയേറ്റ് ചെയ്യാം, ഫയൽ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം, ഫയലിലെ ഒരു പൊസിഷൻ കണ്ടെത്താം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സി ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മൾ എന്താണ് പുതിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്, ദാറ്റ് ഇസ് പൈത്തണിൽ നമ്മൾ വിളിക്കുകയാണ്. അപ്പോൾ പവർഫുൾ ലൈബ്രറീസ് അവൈലബിൾ ആണ് പൈത്തണിൽ, അല്ലേ? ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. നംപൈ, പാണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് CSV ഫയലൊക്കെ എടുത്ത് ഒരു ലാർജ് ഡാറ്റാ സെറ്റിനൊക്കെ ആ ഒരു ലാർജ് ഡാറ്റാ സെറ്റിൽ നിന്ന് ഡാറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെറിയൊരു ഫോമിലോട്ട് എത്താൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ ലാർജ് ലൈബ്രറി ഫയൽസ് പൈത്തണിൽ അവൈലബിൾ ആയിട്ടുള്ള കാരണമാണ്. ഓക്കെ, അപ്പോൾ അത്രയും വേഴ്സ്റ്റൈൽ, സ്പീഡ് എന്നല്ല പറയാം, നമുക്ക് സിംപ്ലിഫൈ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്? പൈത്തൺ എന്ന് പറയുന്നത്. ഓക്കെ, സ്പീഡ് കൂടുതൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആരായിരിക്കും? സി ആയിരിക്കും. കാരണം ഹാർഡ്വെയറുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കായിരിക്കും കൂടുതൽ സ്പീഡ് വരിക. അപ്പോൾ സി ലാംഗ്വേജിനാണ് കൂടുതൽ സ്പീഡിൻ്റെ കാര്യത്തിൽ വരിക. പക്ഷേ സിമ്പിൾ ആൻഡ് ഒരു പ്രോഗ്രാമർക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ഏതായിരിക്കും? പൈത്തൺ ആയിരിക്കും. അല്ലെങ്കിൽ AI പോലെയുള്ള ന്യൂജൻ ടെക്നോളജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക ആർക്കായിരിക്കും? പൈത്തൺ പോലെയുള്ള ലാംഗ്വേജിനായിരിക്കും. ഓക്കെ, ഇനി പൈത്തണിൽ എന്തുണ്ട്? നമുക്കൊരു ഓർഗനൈസ് യുവർ ഡാറ്റ ലൈക്ക് എ പ്രോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡാറ്റ ഓർഗനൈസ് ചെയ്യാൻ ബെറ്റർ വൺ എന്ന് പറയുന്നത് എവിടെയാണ്? പൈത്തൺ ആണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇമ്മ്യൂട്ടബിൾ ആൻഡ് മ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റാസ് അവൈലബിൾ ആണ്, ഡാറ്റ സ്ട്രക്ചേഴ്സ് അവൈലബിൾ ആണ്, ഒബ്ജക്റ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്മ്യൂട്ടബിൾ ആൻഡ് മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്യാൻ, നമ്മളൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ. അപ്പോൾ മ്യൂട്ടബിൾ എന്തായിരിക്കും? നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റയിലൊക്കെ നമുക്ക് ചേഞ്ചസ് വരാം, പുതിയ ഡാറ്റേനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെയാണെങ്കിൽ മ്യൂട്ടബിൾ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഡാറ്റ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തൊക്കെ ഉണ്ട്? ലിസ്റ്റ് ഉണ്ട്, ടപ്പിൾ ഉണ്ട്, ഡിക്ഷണറീസ് ഉണ്ട്. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോൺ ബുക്ക് പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഫോൺ നമ്പർ സെർച്ച് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കീ വാല്യൂസ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിക്ഷണറിയിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് മ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡാറ്റാസൊക്കെ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ലിസ്റ്റ് പോലെയുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം, ഐറ്റംസൊക്കെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ അതൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്ത്. പക്ഷെ നിങ്ങളിപ്പോൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആധാർ നമ്പർ, പാൻ കാർഡ്, അല്ലെങ്കിൽ വോട്ടേഴ്സ് ID, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിക്കുക. ഇതൊരിക്കലും ആരും എന്ത് ചെയ്യാൻ പാടില്ല? ആക്സസ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ പാടില്ല. അപ്പോഴാണ് നമ്മുടെ എന്ത് വരുന്നത്? ഇമ്മ്യൂട്ടൽ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഹെൽപ്പ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ടപ്പിൾ പോലെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു സെറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ക്ലാസ്സസ്, അല്ലേ? ഒരു ബിൽഡിംഗ് പവർഫുൾ ആൻഡ് റീയൂസബിൾ കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് വന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ നമുക്ക് എന്തുണ്ട്? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഇൻഹെറിറ്റൻസ് ഉണ്ട്, പോളിമോർഫിസ് ഉണ്ട്, അബ്സ്ട്രാക്ഷൻ ഉണ്ട്, എൻക്യാപ്സുലേഷൻ ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഇറ്റ് ഇസ് ലൈക്ക് എ ബ്ലൂ പ്രിൻ്റ് എന്നാണ് പറയുന്നത്. ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കാർ കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കാർ എന്നുള്ളതിൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാർ എന്ന് പറഞ്ഞതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ബ്ലൂ പ്രിൻറ്റിന് എന്തൊക്കെ ഡാറ്റാസ് ഉണ്ടായിരിക്കും? കളർ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതിനെ എൻജിൻ നോക്കാം, അതിൽ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അല്ലേ? ഒരു കാർ റിലേറ്റ് ചെയ്തിട്ട് അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി പ്രോപ്പർട്ടീസ് അല്ലാതെ കുറേ കാര്യങ്ങളുണ്ടാവും. സ്റ്റാർട്ട് ചെയ്യുക, ഓഫ് ചെയ്യുക, എൻജിൻ വർക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? അതതിൻ്റെ മെത്തേഡായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കമ്പനിയുടെയും കാർ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ മാരുതിയുടെ അവരുടെ കാറ് ക്രിയേറ്റ് ചെയ്യുന്നു, ടൊയോട്ടോയുടെ വേറെ കാറ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ജസ്റ്റ് ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ട് നമുക്ക് ഓരോരോ ഡിഫറെൻറ്റ് കമ്പനിയുടെ കാറ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതെന്താണ്? ഇൻഹെറിറ്റൻസ് പോലെയാണ്, കോഡ് റീയൂസബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സ്ട്രക്ചറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോഡ് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാതെ പലതരത്തിലുള്ള ഒബ്ജക്റ്റുകളെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു. ഇതെന്താണ്? നമുക്ക് പൈത്തൺ പോലെയുള്ള ലാംഗ്വേജിൻ്റെ ഒരു ഫങ്ഷനാലിറ്റിയാണ് ഇൻഹെറിറ്റൻസ് ഒക്കെ. എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ക്ലാസ്സിൽ നിന്ന് നമുക്ക് സബ് ക്ലാസ്സിലോട്ട് ഡാറ്റാസൊക്കെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഹെറിറ്റൻസ്, എൻക്യാപ്സുലേഷൻ പോലെയുള്ള
കുറേ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്, നമുക്ക് ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ 2 ലാംഗ്വേജുകളുടെ ഇവർ തമ്മിൽ യുദ്ധങ്ങളൊന്നല്ല. നമ്മൾ ആപ്ലിക്കേഷൻ ബേസിൽ എടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടായിട്ട് കാണുന്നത് ചിലപ്പോൾ പൈത്തൺ ആണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ന്യൂജൻ ലാംഗ്വേജുകളാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ C++, പോലെയുള്ള സ്പീഡ് അല്ലെങ്കിൽ ഹാർഡ്വെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജുകളായിരിക്കും. അപ്പോൾ ഇവരെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. ഇവർ 2 പേരും കൂടിയിട്ടാണ് നമ്മുടെ ഭാവി ലോകം പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ഭാവി ലോകത്തിലോട്ട് നമ്മളെ എത്തിക്കുന്നത്. നമ്മളായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഈ 2 ലാംഗ്വേജും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരെ 2 പേരെയും സെപ്പറേറ്റ് മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മൾ ഇവർ 2 പേരുടെയും ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഒരു ആൾ മെഷീൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലാംഗ്വേജ് നമ്മൾ എന്താണ് പുതിയ ന്യൂജൻ ആപ്ലിക്കേഷൻ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലെയുള്ള ആപ്ലിക്കേഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ പെർഫോമൻസ് കാണിക്കുക ഏത് ലാംഗ്വേജ് ആയിരിക്കും, പൈത്തൺ പോലെയുള്ള ലാംഗ്വേജാണ്. പക്ഷേ ഡാറ്റ സയൻസ് അതുപോലെയുള്ള ലാംഗ്വേജുകളൊക്കെ നമുക്ക് ആരായിട്ടാണ്, പൈത്തൺ പോലെയുള്ള ലാംഗ്വേജാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, AI ആൻഡ് മെഷീൻ ലേണിംഗ്, എംബഡഡ് സിസ്റ്റംസ് ഒക്കെ. ഈ എംബഡഡ് സിസ്റ്റം, മൈക്രോവേവ് ഓവനൊക്കെ എംബഡഡ് സിസ്റ്റത്തിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ അതിൽ മെഷീനായിട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുക C ലാംഗ്വേജ് ആണെങ്കിൽ, അത് സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഡാറ്റ ആക്സസ് ചെയ്ത് അല്ലെങ്കിൽ കുറേ ഡാറ്റേനെ കളക്ട് ചെയ്ത് അതിൽ നിന്നൊരു ഇൻ്റർപ്രിട്ടേഷൻ തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതായിരിക്കും, പൈത്തൺ പോലെയുള്ള ലാംഗ്വേജ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡെന്നീസ് റിച്ചിയുടെ ഒരു കോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പിക് ഇവിടെ നിർത്തുന്നത്. ഓക്കെ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാനുള്ള ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് അതിൽ പ്രോഗ്രാംസ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഡെന്നീസ് റിച്ചി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് C ലാംഗ്വേജ് പഠിക്കുന്നോ, നിങ്ങൾ C ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതാൻ പഠിക്കണം, അല്ലെങ്കിൽ കൂടുതൽ പ്രോഗ്രാംസ് C ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് പൈത്തൺ ലാംഗ്വേജ് പഠിക്കണോ, നിങ്ങൾ പൈത്തൺ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമുകൾ എഴുതുക. അപ്പോൾ നമുക്ക് ഈ ഡെന്നീസ് റിച്ചിയുടെ ഈ ഒരു നല്ലൊരു കോട്ടോട് കൂടിയിട്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു.